പെട്ടെന്ന് ഒരു വലിയ അത്യാവശ്യം വരികയാണ്. ഈ അവസരത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാങ്കിനെ സമീപിച്ച് വായ്പയ്ക്ക് അപേക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരു വായ്പയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. അതിന്റെ പിന്നാലെ നമ്മൾ ഓടി നടക്കേണ്ടി വരും. ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ചില ആളുകളെങ്കിലും വിചാരിക്കും എനിക്ക് പണവും വേണ്ട ഒന്നും വേണ്ട എന്ന്. പക്ഷേ പലിശ, കൂട്ടുപലിശ അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്. എന്നാൽ ഇങ്ങനെ ലോണിന് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥിര നിക്ഷേപം ഒരു ബാങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സ്ഥിര നിക്ഷേപമുള്ള ബാങ്കിൽ നിന്ന് നമുക്ക് വായ്പ എടുക്കാവുന്നതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ബാങ്ക് നമുക്ക് ലോൺ തരികയും ചെയ്യും. അതുമാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയ പലിശ നിരക്കാണ് സ്ഥിര നിക്ഷേപങ്ങളിലെ വായ്പകളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് വായ്പ എടുക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വെൽക്കം ടു ഫ്രീഡം മണി മലയാളം ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ്. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും. നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് നമ്മളുടെ ഒരു സ്ഥിര നിക്ഷേപത്തിന് മേൽ വായ്പ എടുക്കാനുള്ള സൗകര്യം ബാങ്കുകൾ നൽകുന്നുണ്ട്. നമ്മൾ വ്യക്തിഗത വായ്പകളെക്കാളും ക്രെഡിറ്റ് കാർഡിനേക്കാളും എല്ലാം പലിശ നിരക്ക് കുറവാണ് എന്നതാണ് ഈ വായ്പയുടെ ഒരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ സ്ഥിര നിക്ഷേപം പിൻവലിക്കാതെ തന്നെ വായ്പ എടുക്കാവുന്നതാണ്. സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നഷ്ടമാവുകയുമില്ല. അതുമാത്രമല്ല, കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞാൽ ക്രെഡിറ്റ് കോഡ് വർദ്ധിക്കും എന്നതാണ് ഈ ഒരു വായ്പയുടെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്ഥിര നിക്ഷേപത്തിന്റെ 90 മുതൽ 95% വരെ വായ്പ ലഭിക്കും. നമ്മുടെ സ്ഥിര നിക്ഷേപത്തെ ബാങ്ക് ഒരു ഈടാക്കി കണക്കാക്കും. 8 മുതൽ 9% വരെ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. വായ്പ ലഭിക്കാൻ അധിക സമയം കാത്തിരിക്കേണ്ടതുമില്ല. ബാങ്കിനെ സമീപിച്ചാൽ ഉടനെ തന്നെ ലോണ് ലഭിക്കുന്നതാണ്. മറ്റ് ചാർജുകളൊന്നും തന്നെ ഈടാക്കില്ല. റിസ്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്കുകൾ ഇത്തരം വായ്പയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധിക്കുള്ളിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടവ് നടത്താവുന്നതാണ്. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്ക് സ്കോർ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് സ്ഥിര നിക്ഷേപത്തിന് മേലുള്ള വായ്പ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണ്. ഈ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നു. ബാങ്കിനെ സമീപിച്ച് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നു. എന്നിട്ട് നമുക്ക് വായ്പ കിട്ടുന്നതിന് ഒരുപാട് കാലതാമസം വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വായ്പകൾ നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് വായ്പ കാലതാമസം കൂടാതെ തന്നെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താവുന്നതുമാണ്. ഇത്തരത്തിലുള്ള സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുന്നതാണ് മറ്റു വായ്പകളെക്കാളെല്ലാം നമുക്ക് പ്രയോജനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും പണത്തിന് വലിയൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ പല പേപ്പറുകൾ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കാലതാമസം വരുന്നുണ്ട്. ഈ കാലതാമസമൊക്കെ വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഇത്തരം വായ്പകൾക്ക് അപേക്ഷിക്കാനും അതിന്റെ പിന്നാലെ നടക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. എന്നാൽ സ്ഥിര നിക്ഷേപങ്ങളുടെ ലഭിക്കുന്ന വായ്പകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വായ്പ ലഭിക്കുന്ന എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേത് വായ്പയേക്കാളും ഏറ്റവും നല്ലതാണ് സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുഖമായിട്ട് ജീവിക്കാൻ പ്രതിമാസം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എത്ര പണം വേണമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടോ? സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് പ്രതിമാസം എത്ര പണം നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്കറിയോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറപ്പാക്കാൻ ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. മറക്കാതെ ഇപ്പൊ തന്നെ പോയിട്ട് ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.